ഞങ്ങൾ ഇതുപോലെ മദ്രാസിലേക്ക് പോണ സമയത്ത് ഒടുവിലുണ്ണി കൃഷ്ണചേട്ടൻ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എൻ്റെ എനിക്ക് സീറ്റ് കിട്ടിയത് ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ. എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീക്ക് കിട്ടിയതാണെങ്കിൽ വേറെ സ്ഥലത്താണ് കിട്ടിയത്. അപ്പം ഞാൻ മാത്രമാണ് ഈ 4 സീറ്റല്ലേ ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ മാത്രമായിപ്പോയി, ഒറ്റക്കായിപ്പോയി. എനിക്ക് ആകെ ടെൻഷനായി, പേടിയായി, ഇതെന്താ സംഭവം, അറിയാത്ത ആൾക്കാർ. അപ്പോൾ പലരും ഇങ്ങനെ മദ്യത്തിൻ്റെയൊക്കെ സ്മെല്ലും വരുന്നുണ്ട്. ചെറുപ്പമല്ലേ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഉണ്ണിയേട്ടൻ വരുന്നുണ്ട്. ഞാൻ വേഗം പറഞ്ഞു, ചേട്ടാ അവിടെ ഞാൻ ഒറ്റക്കാണ്, അവിടെ വന്നിട്ട് എടുക്കണേ, ഒന്ന് മാറ്റി അവരോട് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പുള്ളി വന്ന് പുള്ളി പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. പുള്ളി പിന്നെ ഭയങ്കര പാട്ടും, അയ്യോ ഞാൻ വിളിച്ചത്. പിന്നെ പുള്ളി വരെ ഉടക്കലും ഒക്കെ കൂടിയായിട്ട് പിന്നെ കുഴപ്പമില്ല, അത് രസമായിരുന്നു. അത് ആ യാത്ര രസമാണ്. എനിക്ക് തോന്നുന്നു ആ ഡബിങ്ങിന് പോകുമ്പോൾ കുറേ സിനിമകൾ ചെയ്യുമ്പോൾ എല്ലാ സിനിമയ്ക്കും വേണ്ടി ഒരുമിച്ച് പോകാൻ പറ്റുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ഒരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് പിന്നെ പോകേണ്ടി വരുമോ? പിന്നെയാണ് പോകുള്ളൂ അല്ലേ. കാരണം അത് ഓരോരുത്തർക്ക് ഓരോ സമയത്തല്ലേ കിട്ടുള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഡബിങ്ങിന് പോകുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ ഡബിങ്. അന്ന് ഒറ്റയടിക്ക് പറഞ്ഞു പോകണം. പിന്നെ ആദ്യത്തെ പടങ്ങളൊക്കെ കുറേയൊക്കെ ആനന്ദവല്ലി അവരൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ പടങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ അന്ന് ഡബിങ് അങ്ങനെ കൊടുക്കാറില്ല. പുതിയൊരാൾ വന്നാൽ ഡബിങ് ആർട്ടിസ്റ്റുകളെ കൊണ്ടേ ചെയ്യിച്ചിരുന്നുള്ളൂ പണ്ടൊക്കെ. നമുക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ അപൂർവമായിട്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് അങ്ങനെയായിരുന്നു പണ്ട്. ഡബിങ് ആർട്ടിസ്റ്റുകൾ വേറെ, നമ്മൾ അഭിനയിക്കുക. പക്ഷേ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കും. ആദ്യം ചെയ്ത ഡബിങ് നമ്മൾ ശബ്ദം കൊടുത്ത ഏത് സിനിമയ്ക്കായിരുന്നു? ഗസലാണോ സംശയമുണ്ട്. ഇപ്പോൾ അതങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല. ഗസൽ ആണ് മദ്രാസിൽ പോയി ചെയ്തത്. പിന്നെയുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ ഏതാ ചെയ്തത്. അത്രയും സിനിമകൾ ചെയ്തില്ലേ. ഒരു മനസ്സിലെപ്പോഴും സന്തോഷമാണല്ലോ, ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റി, ഇപ്പോഴും ഞാൻ നിലനിൽക്കുന്നു എന്ന് ഓർക്കുമ്പം നമുക്കും അഭിമാനമാണ്. സിനത്ത് എന്നൊരു നടിയെ നമുക്കും ഇഷ്ടമായിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ തേടിയത്. എത്രയോ പ്രാവശ്യം വിളിച്ചത്. എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ നമ്മളൊന്ന് കൈപിടിച്ച് ഉയർത്തിയ ആരെങ്കിലും ഒരാൾ, അങ്ങനെ ഒരു പേര് പറയാനുണ്ടോ? അങ്ങനെ ഒരു പേര് വീഴ്ച പറ്റിയ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ഘട്ടത്തിൽ ഞാൻ സിനിമകൾ നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കേട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് ഞാൻ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ആദ്യം വിളിച്ചിട്ടുള്ളത് സിദ്ദിഖ് ലാലും കൂടിയാണ് എന്നെ വിളിച്ചത്. അവർ വിളിച്ചിട്ട് അടുത്ത പടം എനിക്ക് തരികയാണ്. അല്ലെങ്കിൽ എനിക്ക് ഗ്യാപ്പ് വരുമായിരുന്നു. കാരണം ഇത് ആൾക്കാരുടെ മനസ്സിൽ അത്രയും വലിയൊരു എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും എന്തുകൊണ്ട് പിരിഞ്ഞു അതൊന്നും ആർക്കും വിഷയമല്ലല്ലോ, സ്ത്രീകളെയാണല്ലോ കുറ്റപ്പെടുത്തുക. അപ്പോൾ അന്നൊരു ഗ്യാപ്പ് വന്നില്ല എനിക്ക്. അപ്പം തന്നെ ഗൾഫ് ഷോയ്ക്കും എന്നെ അവരിട്ടു, നേരെ പോവുകയാണ്. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ടല്ലാതെ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യുക, ഇത് തന്നെ ഏറ്റവും വലിയ ഹെൽപ്പാണ്. അല്ല അതാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇരുന്ന് പോവും. ഈ പറഞ്ഞ പോലെ അത്രയും മുതിർന്ന ഒരു എഴുത്തുകാരനായിട്ട് നമ്മൾ അകന്നു പോകുന്നു. അത് വാർത്ത വരുന്നു, വാർത്തകൾ പത്രങ്ങൾ വലുതായിട്ട് ആഘോഷിക്കുന്നു. ആ സമയത്ത് നമ്മളൊന്നും ഇരുന്നാൽ പിന്നെ ആരും വിളിക്കില്ല. ഇപ്പോഴാണെങ്കിൽ ഒന്നും വിഷയമില്ല, അന്നത്തെ ഒരു സമയത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതെ തീർച്ചയായിട്ടും. ഇപ്പോഴല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് അതുപോലെ തന്നെ മിന്നിത്തുളങ്ങി നിൽക്കുവാണ്. അല്ലേ? അപ്പോഴാണ് ഇദ്ദേഹമായിട്ട് കുറച്ച് സമയം എടുക്കും പിന്നെ നമ്മൾ വരാനൊക്കെ. അപ്പം തന്നെ വരണം എന്നില്ല, വരും, സമയമെടുക്കും. കാരണം അങ്ങനെ അങ്ങോട്ട് തള്ളി ഇതൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല, പക്ഷേ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അല്ല, അന്ന് നമ്മൾ പവർഫുൾ ആണല്ലോ സിനിമയിൽ. അതെ, അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതെ ഇപ്പോൾ അതെ സിനിമയിൽ നമ്മുടെ ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ അടുത്ത ആളുകൾ. അന്ന് ഗൾഫ് ഷോ പോയത് എനിക്ക് തോന്നുന്നത് സിദ്ദിഖ് ലാൽ ഗാലക്സി നല്ല, ഞാനും ജഗദീഷ് പിന്നെ കൽപ്പന ഒക്കെ നല്ല VHS കാസറ്റാണ് വരുന്നത്. നല്ല രസം എന്ന് പറഞ്ഞിട്ടൊരു സ്കിറ്റ് ഭയങ്കര രസമായിരുന്നു. ഗീത, മോഹിനി, മനോജ് കെ ജയൻ, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. മനോജ് ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തോ ഒരു സൗഹൃദം അല്ലേ ആ കാലഘട്ടത്തിലുള്ളവർ ഇപ്പോഴും. ശരിക്കും അത് നല്ല രസമായിരുന്നു. ആദ്യത്തെ ഗൾഫ് ട്രിപ്പല്ലേ. പിന്നെ എത്ര ഷോയ്ക്ക് പോയിട്ടുണ്ട്? പിന്നെ ഷോയ്ക്കൊന്നും അധികം പോയിട്ടൊന്നുമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.